രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ബംഗാളിൽ പ്രവേശിച്ചു. കുച്ച്ബിഹാറിൽ PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ളവർ യാത്രയെ സ്വാഗതം ചെയ്തു. BJP ആക്രമണവും സർക്കാർ വിലക്കിനുമിടയിലൂടെയാണ് രാഹുൽ അസമിലെ യാത്ര പൂർത്തിയാക്കിയത്. അരവിന്ദ് PR വിവരങ്ങളുമായി. അരവിന്ദ്, എത്ര ദിവസമുണ്ട് ബംഗാളിൽ യാത്ര? അജിംസ് 8 ദിവസത്തെ അസം പര്യടനം കഴിഞ്ഞാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ബംഗാളിലേക്ക് കടന്നിരിക്കുന്നത്. 5 ദിവസങ്ങളിലായി 7 ജില്ലകളിലൂടെയാണ് ബംഗാളിൽ ഭാരത് ജോഡോ യാത്ര പര്യടനം നടത്തുക. അസമിലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ മറികടന്നാണ് ഭാരത് ജോഡോ ബംഗാളിലേക്ക് പ്രവേശിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. പ്രധാനമായും വലിയ രീതിയിലുള്ള യാത്രാ നിയന്ത്രണങ്ങളായിരുന്നു അസം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് അസാമിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അസം സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസും ഉയർത്തിയിരുന്നു. രാഹുലിന് ലഭിക്കുന്ന പിന്തുണ ഇത്തരത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണ് BJP ഇത്തരം നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും അഴിച്ചുവിടുന്നതെന്നും പ്രധാനമായും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. എന്തായാലും ഭാരത് ജോഡോ ന്യായ യാത്ര ഇപ്പോൾ ബംഗാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കൂച്ച്ബിഹാറിൽ വെച്ച് PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ യാത്രയെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ എത്തുമ്പോഴും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ്. പ്രധാനമായും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് മുന്നണികൾ ഇത്തരത്തിൽ അതൃപ്തി അറിയിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും അലട്ടുന്നത്. പ്രധാനമായും കോൺഗ്രസുമായി ബംഗാളിൽ സഖ്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു. ഇത് വലിയ രീതിയിൽ കോൺഗ്രസിന് ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. പ്രധാനമായും ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിൽ മമതാ ബാനർജിയുടെ അടുത്തൊരു പ്രഖ്യാപനം കോൺഗ്രസിന് ആശയക്കുഴപ്പം തുടരുകയാണ്. ഇതുകൂടാതെ തന്നെ ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നുമാണ് മമതാ ബാനർജി വിമർശനം ഉയർത്തിയത്. പക്ഷേ മമതാ ബാനർജി ഏകദേശം 3 തവണയോളം ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് അറിയിച്ചിരുന്നു. 3 തവണ യാത്രയിലേക്ക് ക്ഷണിച്ചുവെന്നും ഇന്നലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് CPM നേരത്തെ ഈ യാത്രയിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ യാത്രയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മമതാ ബാനർജി യാത്രയിലേക്ക് എത്തുകയാണെങ്കിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നാണ് CPM ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പാർട്ടികളെയും തർക്കങ്ങൾ പരിഹരിച്ച് രമ്യമായി യാത്രയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് യാത്ര ഒരു വിജയമാക്കുവാനാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടൻ തന്നെ നടക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അജിംസ്. ശരി.